Welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 22nd lecture of Management Concepts and Thought. In this lecture, we are discussing about authority, definition of authority, and characteristics of authority. Let us discuss what is authority. Authority refers to a relationship which exists between two employees, superior and subordinate. It may be considered as a power or right of a superior to take decisions and to guide the actions of subordinates. Authority is the legitimate right to give orders and get these orders obeyed. The exercise of authority involves superior subordinate relationship. അതോറിറ്റിയുടെ മീനിങ് എന്ന് പറയുന്നത് രണ്ട് എംപ്ലോയീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ദാറ്റ് ഈസ് സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതോറിറ്റി എന്ന് പറയുന്നത് പവർ ഓർ റൈറ്റ് ഓഫ് എ സുപ്പീരിയർ. സുപ്പീരിയർക്കുള്ള റൈറ്റും പവറുമാണ്. എന്തിനു മേലാണ്? ഡിസിഷൻ എടുക്കാനുള്ളതും സബോർഡിനേറ്റ്സിൻ്റെ ആക്ഷൻസിനെ ഗൈഡ് ചെയ്യാനുമുള്ള പവറും റൈറ്റും ആർക്കുണ്ടായിരിക്കും? സുപ്പീരിയർക്കുണ്ടായിരിക്കും. അതിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അതോറിറ്റി എന്ന് പറയുന്നത് ഓർഡേഴ്സ് കൊടുക്കാനുള്ള റൈറ്റും അതുപോലെ തന്നെ ആ ഓർഡേഴ്സിനെ ഒബേ ചെയ്യിക്കാനുള്ള റൈറ്റും പവറും ഉള്ളതാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇത് എക്സസൈസ് ചെയ്യുന്നത് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പിലാണ്. സുപ്പീരിയർ ഓർഡേഴ്സ് സബോർഡിനേറ്റ്സിനും കൊടുക്കുന്നു. ആ ഓർഡേഴ്സിനെ സബോർഡിനേറ്റ്സ് എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. ലുക്ക് അറ്റ് ദ ഡെഫിനിഷൻ ഓഫ് അതോറിറ്റി. According to Simon, authority may be defined as the power to make decisions which guide the actions of others. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷനാണ് സൈമൺ പറഞ്ഞത്. സൈമണിൻ്റെ ഡെഫിനിഷനിൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ദ പവർ ടു മേക്ക് ഡിസിഷൻ എടുക്കാനുള്ള പവർ, ടു ഗൈഡ് ദ ആക്ഷൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവർ ചെയ്യുന്ന ആക്ഷനെ ഗൈഡ് ചെയ്യാനും ഡിസിഷൻ എടുക്കാനുമുള്ള പവറാണ് അതോറിറ്റി എന്നാണ് സൈമൺ അഭിപ്രായപ്പെട്ടത്. അതോറിറ്റി ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് റൈറ്റ്സ്. ഫസ്റ്റ് റൈറ്റ് ഈസ് ടു റൈറ്റ് ടു ടേക്ക് ഡിസിഷൻസ് ഓൺ ദ പ്രോബ്ലംസ്, സിറ്റുവേഷൻസ് ആൻഡ് ഇഷ്യൂസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ആക്ടിവിറ്റീസ് അസൈൻഡ് ടു എംപ്ലോയീസ്. എംപ്ലോയിക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും പ്രോബ്ലംസോ ആ സിറ്റുവേഷൻസിലോ എന്തെങ്കിലും ഇഷ്യൂസോ ഒക്കെ ഉണ്ടാവുകയാണ് എങ്കിൽ അതിൽ ആവശ്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ്, അതാണ് അതോറിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ്, റൈറ്റ് ടു യൂസ് റിസോഴ്സസ് ടു പെർഫോം അസൈൻഡ് ആക്ടിവിറ്റീസ് ഇൻ എ സാറ്റിസ്ഫാക്ടറി മാനർ. അസൈൻ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാൻ റിസോഴ്സസ് ഉപയോഗിക്കാനുള്ള റൈറ്റ്. തേർഡ് വൺ, right to give orders and instructions to subordinates regarding the work being performed by them and to seek compliance to given orders. സബോർഡിനേറ്റ്സ് ചെയ്യേണ്ട വർക്കിനെ കുറിച്ചുള്ള ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും കൊടുക്കാനുള്ള റൈറ്റിനെയും അതോറിറ്റി ആയിട്ട് നമുക്ക് പറയാം. നൽകിയ ഓർഡറുകൾക്ക് അനുസൃതമായി അന്വേഷിക്കുകയും ചെയ്യേണ്ടത് അതോറിറ്റിയാണ്. 3 പോയിന്റ്സാണ് നമ്മളിവിടെ പറഞ്ഞത്. Right to take decisions on problem, situations and issues that related to activities assigned to employees. Then right to use resources to perform assigned activities in a satisfactory manner. Right to give orders and instruction to subordinates regarding the work being performed by them and to seek compliance to given orders. അങ്ങനെ 3 അതോറിറ്റിയുടെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. Then characteristics of authority. First one, legal and legitimate. The authority given to a position is legal and legitimate. It is supported by tradition, law or standards or authenticity. ഒരു പദവിക്ക് നൽകിയിട്ടുള്ള അധികാരം നിയമപരവും നിയമാനുസൃതവുമാണ്. പാരമ്പര്യം, നിയമം അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ആധികാരിക ഇതിനെയൊക്കെ പിന്തുണയ്ക്കുന്നുണ്ട്. അതോറിറ്റി ലീഗലാണ്. ദെൻ രണ്ടാമത്തത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ്. എ മാനേജർ ഇൻസ്റ്റെഡ് ഓഫ് എക്സസൈസിങ് ഓൾ അതോറിറ്റി ബൈ ഹിംസെൽഫ് may transfer some of it to his subordinates.
എല്ലാ കാര്യങ്ങളിലും ഉള്ള അതോറിറ്റി മാനേജറിൽ മാത്രം നിക്ഷിപ്തമാകാതെ കുറച്ച് അതോറിറ്റി സബോർഡിനേറ്റ്സിലേക്ക് കൂടി ട്രാൻസ്ഫർ ചെയ്യുക. അതിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. എല്ലാ അതോറിറ്റിയും മാനേജറിൽ മാത്രം ഒതുക്കാതെ കുറച്ച് അതോറിറ്റീസ് ആരിലേക്ക് കൂടി ട്രാൻസ്ഫർ ചെയ്യുക? സബോർഡിനേറ്റ്സിലേക്ക് കൂടി ട്രാൻസ്ഫർ ചെയ്യുക. തേർഡ് പോയിന്റ്, ലിമിറ്റഡ് അതോറിറ്റി. The authority enjoyed by a position is not unlimited. The position holder is expected to use his authority as per rules, regulations, policies and norms of the organization. പൊസിഷനിൽ കൊടുക്കാൻ പറ്റുന്ന അതോറിറ്റി എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്യുക. ഒരുപാട് അധികാരങ്ങൾ കൊടുക്കാതെ ലിമിറ്റ് ചെയ്ത് അധികാരങ്ങൾ എന്ത് ചെയ്യുക? ഒരു പൊസിഷനിലേക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു പേഴ്സൺ, ഒരു പൊസിഷൻ ഹോൾഡർ, അയാളുടെ അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ റൂൾസിലും റെഗുലേഷൻസിലും പോളിസീസിലും നോംസും ഒക്കെ പ്രകാരമായിരിക്കണം ഒരാൾക്ക് നമ്മൾ എന്ത് കൊടുക്കാൻ? അതോറിറ്റി അലോട്ട് ചെയ്ത് കൊടുക്കാൻ. ദെൻ ഫോർത്ത് വൺ, റിലേഷൻഷിപ്പ്. അതോറിറ്റി ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്. ദ സുപ്പീരിയർ ഫ്രെയിംസ് ആൻഡ് ട്രാൻസ്മിറ്റ്സ് ഡിസിഷൻസ് with the expectation that the subordinates will accept them. അതോറിറ്റി എന്ന് പറയുന്നത് രണ്ട് എംപ്ലോയീസ് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പറഞ്ഞു. സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലുള്ള റിലേഷനാണ്. സുപ്പീരിയർ ഡിസിഷൻസ് ഫ്രെയിം ചെയ്യുന്നത് സബോർഡിനേറ്റ്സ് അത് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ്. അതാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. 4 പോയിന്റ്സ് ആണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നോക്കിയത്. ഫസ്റ്റ് വൺ, legal and legitimate. Second one, delegation of authority. Third one, limited authority. And fourth one, relationship. This is all for today's session. Thank you for listening.